എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിലിപ്സിൻ്റെ ഒരു ചാമ്പ്യൻ എന്ന് പറഞ്ഞ റേഡിയോ ആണ്. ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എൻ്റെ കൊണ്ടുതന്ന ആൾ പറഞ്ഞത് ഒരു അനക്കം പോലും ഇല്ല എന്നാണ്, ഒരു ശബ്ദം പോലും ഇതിനകത്തുനിന്ന് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് അഴിച്ചതാണ്, അഴിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചിട്ട് എന്താ സംഭവം എന്നൊക്കെ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടൊരു റേഡിയോ നമുക്ക് ശരിയാക്കാൻ നമ്മുടെ കൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ റേഡിയോയുടെ ബോർഡ് മൊത്തത്തിൽ ഒന്ന് നോക്കണം. എവിടെയെങ്കിലും വല്ലതും കത്തിപ്പോയിട്ടുണ്ടോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബോർഡിലോട്ട് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ തമ്മിൽ ഷോർട്ട് ഉണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ട് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഷോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്തോട്ട് പവർ സപ്ലൈ കൊടുക്കാം. അതായത് റേഡിയോയ്ക്ക് എത്ര വോൾട്ടാണ് ആവശ്യം, അതിനകത്ത് പറഞ്ഞേക്കുന്ന അത്രയും വോൾട്ട് നമ്മൾ കൊടുത്ത് അത് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ബോർഡിലോട്ട് ഈ വോൾട്ടേജ് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യമാണ് പ്രത്യേകം പറയണം. അതായത് ഈ ബോർഡിനെ നമ്മൾ ഇതിന് സെക്ഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഓരോ ഐ സിയെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന സ്ഥലങ്ങളെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് സ്പീക്കർ കണക്ഷൻ പോയേക്കുന്നത് ഇതാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, സ്പീക്കർ കണക്ഷൻ ഇവിടെ നിന്നാണ് പോയേക്കുന്നത്. അപ്പോൾ ഇത് അഴിച്ച് നമ്മൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാലും നമ്മൾ റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ റിപ്പയറിംഗ് ഒക്കെ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അറിയാം. ഈ ഐ സി കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ഐ സി ആണ്. ഇത് 22 ഐ സി ആണ്. ഇതൊരു ഓഡിയോ ആംപ്ലിഫയർ ഐ സി ആണ്. പിന്നെ ഇതിൻ്റെ RF സെക്ഷനിലെ ഐ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പം ഇതുപോലെ ഐ സിയെ പറ്റിയൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും ഇന്ന സെക്ഷനായിട്ടെന്നുള്ളത്. ഇത് ആൻറ്റിന, ഇതാണ് ആൻറ്റിന, മീഡിയം വേവ് ആൻറ്റിന കോയിലാണ്. ഇത് ബാൻഡ് സ്വിച്ച്, ഇത് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്യാങ് കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിന് പ്രത്യേകതയുണ്ട്. സാധാരണ ഞാൻ നേരത്തെ ഒത്തിരി ഗ്യാങ് കപ്പാസിറ്ററൊക്കെ പരിചയപ്പെട്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ട്രിമ്മറിന് പ്രത്യേകം കണക്ഷൻ, AM-നായാലും അതുപോലെ തന്നെ FM-നായാലും പ്രത്യേകമാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടേക്കുന്നത്. അപ്പം നമ്മൾ റേഡിയോ വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്തൊക്കെ ഇത് ഷോർട്ടായിരുന്നാലും ഒരു പക്ഷേ ഓഡിയോ കേൾക്കും. ഓഡിയോ ആംപ്ലിഫയർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് എളുപ്പമൊരു വഴിയുണ്ട്. നമ്മുടെ സോൾഡറിങ് എടുത്തിട്ട് നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ നടുക്കത്തെ പിന്നിലോട്ടൊന്ന് കണക്ട് ചെയ്തത്. അപ്പം ഈ നല്ല ശക്തിയായിട്ട് സ്പീക്കറിൽ നിന്ന് ശബ്ദം കേൾക്കും. സാധാരണ നമുക്ക് ഓഡിയോ ഓക്കെയാണ്, പക്ഷേ നമുക്ക് സ്റ്റേഷനൊന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു ബാൻഡിലാണെങ്കിൽ ആ ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ നോക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മീഡിയം വേവ് ആണ് നമ്മുടെ ആലപ്പുഴ സ്റ്റേഷനൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നോക്കണം. അപ്പോൾ ഈ റേഡിയോ സംബന്ധിച്ചാണെങ്കിൽ ഇതാണ് മീഡിയം വേവിൻ്റെ ഓസിലേറ്റർ കോയിൽ, അതുപോലെ തന്നെ ബാൻഡ് സ്വിച്ച്, അതുപോലെ ഇതാണ് ആൻറ്റിന കോയിൽ. ഈ ആൻറ്റിന കോയിൽ എവിടെയെങ്കിലും ഓപ്പണായി വയറൊക്കെ വല്ലതും വിട്ടിട്ടുണ്ടെങ്കിലും ഈ നമ്മൾ സ്റ്റേഷൻ തിരിച്ചു കഴിഞ്ഞാൽ ഗ്യാങ് കപ്പാസിറ്റർ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് IF ട്രാൻസ്ഫോമർ ഇല്ല. അതിന് പകരമായിട്ട് ഇത് സെറാമിക് ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെറാമിക് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് 455 കിലോ സൈക്കിൾസ് മാത്രമേ ഔട്ട്പുട്ടിൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് 2 ഈ സെറാമിക് ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയാലും റേഡിയോയ്ക്കകത്ത് ഒന്നും തന്നെ കേൾക്കത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംശയം തോന്നിയാൽ മാറ്റണം. ഒരു ബാൻഡും വലുതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാൻഡ് സ്വിച്ച് നോക്കുക. ഓസിലേറ്റർ കോയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. കാരണം ഇവിടെ ഇത് ഓസിലേറ്റ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സിഗ്നലും വരത്തില്ല. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി, അതായത് IF-ൽ ഔട്ട്പുട്ടിലോട്ട് സിഗ്നലൊന്നും വരത്തില്ല. അപ്പം റേഡിയോ സ്റ്റേഷൻ കിട്ടില്ല. ഏത് ബാൻഡാണ് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ അതുകൂടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നോക്കണം. ഇത് ഷോർട്ട് വേവിലുള്ളതാണ്. പിന്നെ ഈ കാണുന്നതാണ് FM-ൻ്റെ കോയിൽ. അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
ഓരോ ഓഡിയോ ഐ സിയെ പറ്റി ഏകദേശം ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രാമത്തെ പിന്നിൽ ഇത്രാമത്തെ സാധനങ്ങൾ. അപ്പോൾ ഈ സാധാരണ ഐ സിയൊക്കെ ഷോർട്ടായി കഴിഞ്ഞാൽ ചൂടാകും, അല്ലെങ്കിൽ വോൾട്ടേജ് കുറയും. അതാണ് സംഭവം. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ടമായിട്ട് വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ചാണ്. ഈ നമ്മുടെ ഇത് വോളിയം കൺട്രോൾ വിത്ത് സ്വിച്ചായിട്ടുള്ളതാണ്. അതും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ ക്ലിയറായിട്ട് പിന്നെ അതിൻ്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിപ്പയറിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് ഇതിന് എന്താണ് എവിടെയാണ് പ്രശ്നമെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കിത് കൃത്യമായിട്ട് നോക്കാം. അത് ഞാനിതിൻ്റെ സപ്ലൈ കൊടുക്കട്ടെ. ഇത് ഒരു 4.5 വോൾട്ട് വർക്ക് ചെയ്യുന്ന റേഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മോഡൽ നമ്പർ നോക്കിക്കൊള്ളുക. കണ്ടോ, ഈ മോഡലിലെ റേഡിയോ ആണ്. അപ്പോൾ ഈ മോഡൽ റേഡിയോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പവർ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റേഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സപ്ലൈ വരുന്നതെന്ന് നോക്കണം. നമ്മുടെ ഈ ബാറ്ററി ടെർമിനലിൻ്റെ അവിടെ ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇതിന് ബാറ്ററി ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് അവിടെ ടെർമിനലിൽ നോക്കുക. ഞാൻ അവിടോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്, സപ്ലൈ വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഓൾറെഡി വോൾട്ടേജ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട നേരെ ഇതിൽ നേരെ നമ്മുടെ പിന്നെ സ്വിച്ചിലോട്ടാണ് വരുന്നത്. അപ്പം അവിടെ നോക്കണം. അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് സ്പീക്കർ ഒന്ന് നല്ലതാണെന്ന് നോക്കാം. ചിലപ്പോൾ ഒരു കാരണവശാൽ സ്പീക്കർ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വരാം. നമ്മളത് കണ്ടിന്യൂറ്റി ഇട്ടിട്ട് നമ്മൾ സ്പീക്കർ ഒന്ന് നോക്കുക. ഓക്കെ, സ്പീക്കറിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും റേഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മൾ സപ്ലൈ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന നോക്കണം. നമ്മൾ ആദ്യം വോൾട്ടേജ് വരുന്നു നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വോൾട്ടേജ് യഥാർത്ഥത്തിൽ വരുന്നില്ല. കണ്ടോ, ഇവിടെ വോൾട്ടേജ് വരുന്നില്ല, പക്ഷേ ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ സപ്ലൈ ഇതുവഴി കയറി, അതായത് പുറമേ നമുക്ക് എലിമിനേറ്റർ പിന്നെ എല്ലാം കൊടുക്കാനാണ്, അഡാപ്റ്റർ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യിക്കാനുള്ളതാണ്. അതിന് ശേഷം സ്വിച്ച് ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ പുറമേ നിന്ന് ഇത് കുത്തുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ വിടിയിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. സാധാരണ കൂടുതലായിട്ട് അവിടെ അങ്ങനെ പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എന്താണ് പ്രശ്നമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവിൽ ടെർമിനൽ നമ്മളിവിടെ കണക്ട് ചെയ്യണം നമ്മുടെ പ്രോബ്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന വോൾട്ടേജ് നോക്കുക. ഇല്ല, വോൾട്ടേജ് വരുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ഓക്കെ, കണ്ടോ, അവിടെ ഡിജിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടോ, വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറ സൈഡിൽ വരുന്നില്ല. അപ്പോൾ അതായത് ഇത് കണക്ഷൻ ഇവിടെയാണ് ഓപ്പൺ ആയി കിടക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ ഓക്കെ, റേഡിയോ പാടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പം ഇതാണ് സംഭവം, ഇത് തന്നെയാണ്. ഞാൻ തന്നെ ഇതിൻ്റെ പ്രശ്നമൊന്ന് മനസ്സിലായല്ലോ. അതായത് പവർ സപ്ലൈ കൊടുക്കുന്ന ജാക്കിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പവർ സപ്ലൈ കൊടുക്കുന്ന ജാക്ക് ഒരു സ്വിച്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോൺടാക്റ്റ് തമ്മിൽ അകന്നു പോയതുകൊണ്ടാണ് പ്രശ്നമായത്. അപ്പോൾ അത് ഞാനിപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ശരിയായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവം. നിസ്സാരമായ പ്രശ്നമുള്ളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് ആ കണക്ഷൻ ക്ലിയർ ആക്കിയപ്പോൾ ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഉണ്ടെങ്കിൽ അത് ഇടുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പവർ സപ്ലൈ എല്ലാം തന്നെ പവർ സപ്ലൈ ഒക്കെ നോക്കുക. ആ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണം റേഡിയോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ മറക്കാതെ എന്നെ ചെയ്യുക.